ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ മുംതാസ് ഓർക്കിഡിൽ നിന്ന് വാങ്ങിച്ച ആ 2 പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പോലെ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് നിറയെ കുല കൊത്തി പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണണ്ടേ. നമ്മളന്ന് മേടിച്ച പ്ലാന്റ് ഒന്ന് ഇതാണ്. ഇത് നല്ല ബുഷിയായ പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ്. കണ്ടല്ലോ, അതൊക്കെ ഞാൻ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചു ആദ്യം കേട്ടോ. ആദ്യം നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇത് അടർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് നേരം രണ്ടും വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നേ. അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാദ്യം നമ്മൾ അങ്ങനെ മുക്കി വെച്ചാൽ നമുക്കത് ഊരിയെടുക്കാൻ കഴിയും. എല്ലാ പ്രാവശ്യവും നമ്മൾ വലിയ ചെടിയൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ പോട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ചെറിയ സീഡ്ലിങ് വാങ്ങുമ്പോഴാണ് നമ്മൾ എല്ലാം അടർത്തി കളഞ്ഞിട്ട് പോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കി. ഞാൻ ഇങ്ങനെ പോട്ട് ചെയ്തിട്ട് വിജയിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് അടർത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ഉള്ള ചകിരിച്ചോറുകൾ എടുത്തിടുക. കണ്ടില്ല, അത് എന്ന് കരുതി അതിൻ്റെ ഉള്ളിലത്തെ വേരുകളൊന്നും നമ്മൾ ഇളക്കാനോ പറിക്കാനോ ഒന്നും പോകണ്ട. ആ ചോറ് മാത്രം, ചകിരിൻ്റെ ചോറ് മാത്രം എടുത്തിടുക. കംപ്ലൈൻ്റ് ഉള്ളത് മാത്രം കേട്ടോ, അല്ലാത്തതൊന്നും ഇളക്കി പറിച്ചെടുക്കണ്ട. നമ്മളത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതുകൊണ്ട് തന്നെ വേണ്ടാത്ത ചകിരിച്ചോറൊക്കെ പെട്ടെന്ന് നമുക്ക് അടർത്തി എടുക്കാനും സാധിക്കും കേട്ടോ. എന്നിട്ട് അത് അതേപോലെ തന്നെ ഇങ്ങനെ അമർത്തി വെക്കുക കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഒന്നങ്ങോട്ട് കയറ്റി വെക്കുക, അല്ലെങ്കിൽ പോട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പെടുക. ആദ്യമൊക്കെ എനിക്ക് തുടക്കത്തിലൊന്നും പേര് ഒന്നും ഞാൻ നോക്കാറില്ല, നമുക്ക് പൂവല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് കരുതിയിട്ട് ഞാനതൊക്കെ എടുത്തിടലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ടാഗൊക്കെ അതിന്മേൽ തന്നെ വെക്കൽ തുടങ്ങിയത് കേട്ടോ. ഇതും അതേപോലെ തന്നെ അതിൽ നിന്ന് അടർത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ള ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിടുക കേട്ടോ. ഈ 2 പ്ലാന്റാണ് നമ്മളന്ന് വാങ്ങിയത്. ഒന്ന് ഫ്രീഡ, ഒന്ന് എന്താ ഒരു ക്രേസർ പറഞ്ഞ ഒരു പ്ലാന്റ്. അതന്നെ തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ. ഞാനതിൻ്റെ ടാഗ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ വായിച്ചെടുത്തോണ്ടു, കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഇതിലുണ്ട് കുറച്ച് ചകിരിച്ചോറ്. നമ്മളത് നല്ലോണം പുതിർത്തി വെച്ചതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എടുത്തിടാൻ പറ്റി. ഇനി ഇതിങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ വേരൊന്നും ഡാമേജ് ആവില്ല. പുതിയ തുടക്കക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഇതാണിത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ തുടക്കക്കാരൊക്കെയാണ് വലിയ പ്ലാന്റ് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടർത്തി എടുക്കാതെ ഇരിക്കുക. ഇപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, കുറേ പ്ലാന്റ് മേടിച്ചു, വലിയ പ്ലാന്റ് ആയിരുന്നു, അതിൽ ഒരു പ്ലാന്റ് മാത്രം ഹിബിക്ക് മാത്രം പോയിന്ന്. ഹിബിക്ക് മാത്രം പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇനി ഞാൻ വേറെ ഇടണ്ട് കേട്ടോ. ഹിബിക്ക് ഇതേപോലെ ഡെൻഡ്രോബിയം പോലെ അല്ല ഹിബിക്കിൻ്റെ മെത്തേഡ് കേട്ടോ. അത് നമുക്ക് ഹിബിക്ക് നല്ല നിലയിൽ പോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നും നമുക്ക് പൂക്കൾ തരും. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഷിയാദിൻ്റെ അടുത്ത് മേടിച്ച ആ പ്ലാന്റ്. ഇന്നും പൂവാണ് അതിമട്ടോ. മേടിച്ച അന്ന് തുടങ്ങിയ പൂവ് ഇന്നും പൂവാണ്. അപ്പോൾ അതേപോലെയാണ്, അത് ഉണങ്ങി പൂവൊന്നുമില്ല. നമ്മൾ നോക്കുന്നിടത്തുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആകും. എല്ലാ പ്ലാന്റും നിന്ന് അത് മാത്രം പോകുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ പോട്ട് ചെയ്ത് നോക്കി. വലിയ പ്ലാന്റ് വാങ്ങുന്നവർ ഇങ്ങനെ പോട്ട് ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല. അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നിറയെ കൊല കുത്തി അതിൻ്റെ പൂക്കളും ഉണ്ടാവും. നമ്മളിപ്പോൾ പോട്ട് ചെയ്യാൻ പോണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കറ്റാർവാഴൻ്റെ തണ്ട് എടുത്തിട്ട് ഒരു വെള്ളത്തിൽ അത് നല്ലോണം ഞോണ്ടി പിഴിഞ്ഞ് അതിൻ്റെ ആ ജെല്ല് മൊത്തം ആ വെള്ളത്തിൽ കാക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കറ്റാർവാഴ ഉള്ളവർ ചെയ്താൽ മതി. അല്ലാത്തവർ നമ്മളിപ്പോൾ ആ പോട്ടിൽ നമുക്ക് സാഫാണ് നമ്മൾ സാധാരണ കലക്കൽ. സാഫ് എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഞാൻ സാഫ് കലക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അതിലെ ചകിരിയിലൊന്നും ഒരു ഡാമേജും ഇല്ല. പിന്നെ പൂപ്പലോ ഫംഗലോ ഒന്നും കാണാനില്ല. അതിൽ ഒരു കൂന് പൊന്തുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചകിരിയിലൊക്കെ പലതും ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്നുമില്ല. നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഈ സാഫ് എന്ന് പറഞ്ഞ സാധനം അത്ര നല്ലതൊന്നുമല്ല. നമ്മൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സാധനമാണ്. നമുക്ക് പെട്ടെന്ന് കേടുകളൊന്നും അതിന് പൂപ്പലും ഫംഗലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സാഫ്. അതൊരു മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിന് ബദൽ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും വെളുത്തുള്ളിൻ്റെ പൊടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഗാർലിക്ക് പൗഡർ എന്നാണ് ഇത്. ഞാനൊന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചത് എൻ്റെ അടുത്തുള്ളത് പെട്ടെന്ന് കട്ട പിടിക്കും കാറ്റ് കൊണ്ടാൽ. അപ്പോൾ അതിൻ്റെ മേലത്തെ ആ തൊലിയൊന്നും ആരും എടുത്തിടണ്ട. അതിന് മേലെ ഉണ്ടാവുമല്ലോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്,
അത് എടുത്തിട്ടതുകൊണ്ടാണ് ഇത് കട്ട പിടിച്ചത്. അത് എടുത്തിടണ്ട. ആവശ്യത്തിന് കുറച്ച് പൊടി എടുത്തിട്ട് നമുക്കത് വീണ്ടും അതേപോലെ ടൈറ്റ് ചെയ്ത് അടച്ചേക്കട്ടോ. ഈ പൊടി ഇല്ലാത്തപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് കേടൊന്നും വരാതിരിക്കാനും വേര് നന്നായി വളർന്ന് വരാനും വേണ്ടിയിട്ട് 1-2 വെളുത്തുള്ളിൻ്റെ പൊണ ഒരു കല്ലിലോ എന്തിലേലും ഇട്ടിട്ടൊന്ന് കുത്തി ചതച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെള്ളത്തിൽ കൊന്നാണ് കൊടുന്നിടുക. എന്നിട്ട് അത് ആ കറ്റാർ വാഴേൻ്റെ ആ തണ്ടിൻ്റെ ഒപ്പം ഒന്ന് അങ്ങോട്ട് കൈകൊണ്ട് ഞൊരണ്ടി ആ വെള്ളത്തേക്ക് അതിൻ്റെ നീരൊക്കെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി കുത്തിയിടാത്തത് കേട്ടോ. പൊടിയുള്ളവർ പൊടി തന്നെ ഇട്ടോളി, ഇല്ലാത്തവർ 2 പൊണ വെളുത്തുള്ളി അതിക്കൊന്നാണ് കുത്തിയിട്ടാണ്ട് ഈ കറ്റാർ വാഴേൻ്റെ ഒപ്പം. എന്നിട്ട് നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് ഇതിൽ നന്നായിട്ട് മുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ ചകിരിയൊക്കെ ഒന്ന് ആ കറ്റാർ വാഴേൻ്റെയും വെളുത്തുള്ളിൻ്റെയും പിന്നെ നീര് വലിച്ചെടുത്തോളും. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ചകിരി തന്നെ വെച്ചതുകൊണ്ട് ഒരു 2 ദിവസത്തിന് വെള്ളം നനച്ച് കൊടുക്കണ്ട. കാരണം ഞാൻ 2 ദിവസത്തിനല്ല, നാളെ മാത്രം നനച്ച് കൊടുക്കാതിരുന്നാൽ മതി. മറ്റന്നാൾ നല്ല വെയിലല്ലേ, മറ്റന്നാളെ വീണ്ടും നനച്ച് കൊടുക്കാം കേട്ടോ. ഇത് കരി നമ്മൾ സാഫിലൊക്കെ മുക്കി കഴുകി വെച്ച കരിയാണ്. ഇത് ഞാൻ നമ്മളെ അടുക്കളയിൽ നിന്ന് അടുപ്പിൽ നിന്ന് കുത്തിയതാണ് കേട്ടോ. ഞാൻ വാങ്ങി കൊണ്ടുവന്നൊന്നുമല്ല, അതുകൊണ്ടാണ് അത്ര ചെറിയതായത്. അടുപ്പിൽ നിന്ന് കുത്തി നമ്മൾ ചോറ് വെക്കുമ്പോൾ കടലുണ്ടാക്കിയതാണ് കേട്ടോ. വാങ്ങിക്കൊണ്ടുവന്ന കരിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് വിറക് ചോറ് വെക്കുമ്പോൾ അതിന് വെള്ളത്തിലിട്ട് കുത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതൊക്കെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയത് നോക്കി വാങ്ങുക. പൊടി കരി അത്ര വേരോട്ടത്തിന് നല്ലതല്ല. അതങ്ങനെ പൊടിക്കരി കിട്ടിയാൽ നമുക്ക് ആന്തൂർയത്തിനോ ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വലിയ കരി തന്നെ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഇതെങ്ങനെ പോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അടർത്തി എടുത്ത ചകിരിയൊക്കെ അതിന്മേൽ തന്നെ വെക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോറൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഡാമേജുള്ള ചോറുകളൊക്കെ മാത്രമേ എടുത്തിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുമാണ് കരി ഇടുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ പ്ലാന്റ് ആകുമ്പോൾ ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആ പ്ലാന്റ് ഇളകും. അപ്പോൾ നമ്മൾ ഈ ചകിരി കൊടുക്കാൻ തന്നെയാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഇളകുമില്ല, ആ വേരിനൊന്നും ഡാമേജും പറ്റിയിട്ടില്ല. വീണ്ടും വരുന്ന വേരുകളൊക്കെ അതിൻ്റെ പുറത്തു കൂടെ വന്ന് ഈ കരിക്ക് പിടിക്കും ചെയ്യും. അതിന്മേലുള്ള വലിയ കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൂക്കും ചെയ്യും. നമ്മൾ ഇതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട്. ഈ പൂക്കാനായ വലിയ പ്ലാന്റ് അല്ലേ ഇത്. അപ്പോൾ ആ ഇമ്മലൊന്നും ഇനി പൂവ് വരില്ല. നമ്മളത് മൊത്തം അടർത്തി എടുത്ത് രണ്ടാമത് പോട്ട് ചെയ്ത് വെക്കുമ്പോൾ പോട്ട് ചെയ്ത് വെക്കണേന് കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ വെക്കാറുണ്ട്. എനിക്കങ്ങനെ വെച്ചാൽ അത് പിടിക്കാറുണ്ട്. പക്ഷേ തുടക്കക്കാരെ കാര്യം ഞാൻ പറയുന്നത്, പ്ലാന്റ് ഇളകിയാൽ വേര് വരില്ല. അപ്പോൾ അത് നമ്മൾ വല്ല കോലോ കമ്പോ എന്തെങ്കിലും ഇട്ട് കെട്ടി വെക്കണം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും സൂക്ഷിച്ചാൽ മാത്രമേ അതിന് വേര് വന്ന് അത് പൂക്കുള്ളൂ. അപ്പോൾ നമ്മളിരുന്നത് ഇളകി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ വലുതായി വന്ന ഈ കിക്കീസൊക്കെ അതാ വലിയ മെച്ചോർഡായി നിൽക്കുന്ന അതിമേലൊന്നും മൊട്ട് വരില്ല. ഇതിപ്പോൾ നമ്മൾ ഇളക്കാതെ വെക്കുകയാണെങ്കിൽ ഇതിമേലൊക്കെ മൊട്ട് വരും. നമുക്ക് വേറൊരു കിക്കീസ് വന്നിട്ട് മൊട്ട് വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതുതായി തുടക്കക്കാർ പുതിയ വലിയ പ്ലാന്റ് വാങ്ങുന്നവർ ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന മാതിരി ഉണ്ടാവും ചെയ്യും, നമുക്ക് അതിമേലൊക്കെ പൂവും വരും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലാന്റും അങ്ങനെ പോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിലും നല്ലോണം ഒന്ന് മുക്കി വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. വെളുത്തുള്ളിൻ്റെ പൊടിയും പിന്നെ കറ്റാർവാഴേൻ്റെ ജെല്ലും കേട്ടോ. അപ്പോൾ നമുക്ക് വേര് പെട്ടെന്ന് അതിലേക്ക് വരും. അതിനാണ് ഞാൻ എളുപ്പത്തിലുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ വലിയ പ്ലാന്റ് വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഈ ചകിരി അടർത്തി എടുക്കാതെ ചകിരി ഒന്ന് പൊളിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചകിരീൻ്റെ എന്താ പറയുക ചോറുണ്ടാവുമല്ലോ, ആ ചോറ് എടുത്തിട്ട് കളയാം കേട്ടോ. ഇതിങ്ങനെ ഞാൻ ഒന്നാമത് പറയാൻ കാരണം, നമ്മൾ ആ തെങ്ങിൽ വെച്ച് കെട്ടിയ പ്ലാന്റ്, മരത്തിൽ വെച്ച് കെട്ടിയ പ്ലാന്റൊക്കെ നമ്മൾ ഈ ചകിരി കൊടുക്കനെയാണ് വെച്ചത്. അതൊക്കെ ഇപ്പോൾ മുട്ടും പൂവും വന്നു. ചിലതിലൊക്കെ പൂ വിരിഞ്ഞു, ബാക്കിയുള്ള പ്ലാന്റിലൊക്കെ മുട്ട് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിമുള്ള ആ പ്ലാന്റ് നിൽക്കുന്ന അതിന്മേൽ തന്നെ മുട്ടും വരും, പുതിയ കിക്കീസും തന്നെ നല്ല കരുത്തിൽ വരും. എന്നിട്ട് അതിന്മേലും മുട്ടും പൂവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞത്. ഞാൻ വലിയ പ്ലാന്റ് വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ചെറിയ കിക്കീസ് എന്തായാലും നമുക്ക് അത് വെറും ഒരു ചെറിയ 1 ഇഞ്ച് വലുപ്പമുള്ള പോട്ടിലേക്കാരം അത് വെറും ചകിരിൻ്റെ തുണ്ട് മാത്രം ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അടർത്തിയെടുത്ത് സാഫിലൊക്കെ മുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ചകിരിയോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് വേണം പോട്ട് ചെയ്യാൻ കേട്ടോ. വെറും കരിയിൽ വെച്ചാൽ അതും ഇളകും. ഇളകാതെ നോക്കണം, ഇളകിയാൽ പ്ലാന്റിൽ വേര് വരില്ല. അപ്പോൾ ഇതൊന്നും ഇളകണില്ല കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും പുതുതായി വാങ്ങുന്നവരും ഇതിനെപ്പറ്റി അറിയാത്തവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കിട്ടോ.
ഇനിയിപ്പോൾ ഈ പ്ലാന്റ് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി ഇതൊക്കെ നല്ല കരുത്തുള്ള പ്ലാന്റ് ആണല്ലോ മുന്താസിൽ നിന്ന് വാങ്ങിച്ച് നല്ല കരുത്തുണ്ടല്ലോ. ഇത് ഫ്രീഡ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, കുറച്ച് വില കൂടിയ പ്ലാന്റാണ്. ഇത് എന്താ ക്രീസർ എന്നെന്തോ അങ്ങനെ എന്തോ ഒരു പ്ലാന്റാണ്. ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ടാഗൊക്കെ ഉണ്ട്. ആ ടാഗൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വായിച്ചെടുത്തോളി. അപ്പോൾ അതാണ് ആ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പൂവ് കണ്ടോ നിങ്ങൾ? ഫ്രീഡ ബ്രിട്ടാനട്ടാന്നോ അങ്ങനെ എന്തോ ആണ്. ഇത് ഞാൻ പണ്ട് ഷിയാദിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിരുന്നു. അപ്പോൾ ഞാൻ മുന്താസിന്ന് ഇത്രയും ബുഷിയായ പ്ലാന്റ് കണ്ടപ്പോൾ ഒന്നും കൂടി മേടിച്ചതാണ്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില കേട്ടോളി 1100 രൂപയാണ് കേട്ടോ. അതിപ്പോൾ ആ പൂവ് അവിടെ വന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വില മറഞ്ഞു. 1100 രൂപക്കാണ് അത്രയും വലിയൊരു പ്ലാന്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പേര്, ക്രാഷറോ കാഷ്യറോ അങ്ങനെ എന്തോ ആണ്. ഇതാണ് ആ പൂവ്. ഇതിൻ്റെ വില 690 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വില കൊടുക്കുന്നതിനനുസരിച്ചാണ് പ്ലാന്റിൻ്റെ പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ചും പ്ലാന്റിന് വില ഉണ്ട്. ഇത് 690 കണ്ടല്ലോ, മറ്റേത് 1100. അപ്പോൾ വില കൊടുക്കുന്നതിനനുസരിച്ച് ഫ്രീഡയ്ക്ക് 600 മുതൽ 700 മുതലൊക്കെ വില ഉണ്ട്. 800 850 ഒക്കെ വില ഉണ്ട്. 900 1000 1100 2000 കിട്ടും ഈ പ്ലാന്റ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുഷിയായിട്ടുണ്ടാവും. ചിലത് 1 കടയികാരം, ചിലത് 2 കടയികാരം. അപ്പോൾ നിങ്ങൾക്ക് മാത്രം നല്ലത് തരികയാണ് അവർ. ഞങ്ങൾക്കൊക്കെ തരുന്നത് ആകാത്താണെന്ന് ഇനി ആരും പറയണ്ട. നമ്മൾ പോയി തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് തന്നെയാണ്. പിന്നെ വിലക്കനുസരിച്ചാണ് പ്ലാന്റ്. പിന്നെ ഞാൻ പോയി കണ്ടിടത്തോളം മുന്താസ് ഓർക്കിഡിൽ ഒരു ആകാത്ത പ്ലാന്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ നല്ല പ്ലാന്റ് ആവും. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ആക്കം പോലെ എടുക്കുമ്പോൾ തിരവ് വരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിനെ പറ്റി എനിക്ക് അറിയില്ല. ഞാൻ കാണുന്ന പ്ലാന്റുകളൊക്കെ നല്ല പ്ലാന്റാണ്. പിന്നെ അതേപോലെ തന്നെ ഷിയാദിൻ്റെ പ്ലാന്റ് അത് ഞാൻ കാണുന്നില്ല, അവന് കൊറിയർ അയച്ചു തരുന്നതാണ്. അതും നല്ല പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്ലാന്റ് നല്ലതാണ്, എനിക്ക് അവരെ വിശ്വാസമാണ്. ഞാൻ പിന്നെ ദിയ ഓർക്കിഡൊന്നും വാങ്ങിയിട്ടുണ്ട്, എനിക്ക് അതും നല്ല പ്ലാന്റാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനും ഞാൻ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല, പറയൂല. പിന്നെ പ്ലാന്റ് നമ്മൾ നടുന്നിടത്തുള്ള വ്യത്യാസം, വളം കൊടുക്കുന്നിടത്തുള്ള വ്യത്യാസത്തിനും നമുക്ക് പ്ലാന്റ് ഉണങ്ങിപ്പോവാം, ചീത്തയായി പോവാം, ഒക്കെ ചെയ്യാം. അതിനൊന്നും നമ്മൾ വാങ്ങുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വില കൊടുത്താലേ നല്ല പ്ലാന്റ് കിട്ടുള്ളൂ. നല്ല കെയർ ചെയ്യുക, നല്ല ഉഷാറായിട്ട് വളർത്തുക. ഇതേപോലെ ഒന്ന് വളർത്തി നോക്കൂ, എന്തായാലും ഇത് നിങ്ങൾക്ക് സക്സസ് ആകും. അപ്പോൾ ഞാൻ അങ്ങനെ വളർത്തിയതാണിത്. അപ്പോൾ അതിന്മേലൊക്കെ പൂവ് വന്നു. ഇതൊക്കെ ഞാൻ ആ ചകിരി എടുത്തിടാതെ വളർത്തിയ പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ഉള്ളിൽ ചകിരി ഉണ്ട്. വലിയ പ്ലാന്റ് വാങ്ങുന്നത് ഈ ഒരു പ്ലാന്റ് നോക്കൂ. ഇത് യാതിൻ്റെ ഒരു കിക്കീസ് വാങ്ങിയതാണ്. ഇത് നല്ലോണം കുട്ടികളെ പോലെ നോക്കി വളർത്തി ഉണ്ടാക്കിയൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതൊക്കെ ഇങ്ങനെ കൊല കുത്തി പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചെറിയ സീഡ്ലിങ് 120 രൂപ കൊടുത്ത് വാങ്ങിച്ച സീഡ്ലിങ് ആണത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടി അറിയിക്കണം. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.